നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ 70 വയസ്സുകാരന് നേരിടേണ്ടി വന്നത് പരസ്യ വിചാരണയും വൈദ്യുത തൂണിൽ കെട്ടിയിട്ടുള്ള ക്രൂരമായ മർദ്ദനം. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി പെരുമ്പള്ളി വയനാടൻ കുഞ്ഞുമൊയ്തീൻ എന്ന 70 വയസ്സുകാരനാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായത്. ഒരു യുവതിയുടെ പരാതിയിന്മേൽ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിന്മേൽ കഴിഞ്ഞ 2.5 മാസക്കാലത്തോളമായി കുഞ്ഞുമൊയ്തീൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം ജാമ്യത്തിലിറങ്ങുന്നത്. ഇതിന് പ്രതികാരമായാണ്, അതായത് യുവതിയോട് മര്യാദയായി പെരുമാറി എന്നുള്ളതിന് പ്രതികാരമായാണ് ആ യുവതിയുടെ ബന്ധുക്കൾ ചേർന്ന് ഇദ്ദേഹത്തെ ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയും പൊതുസ്ഥലത്ത് വെച്ച് ക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. തുടർന്ന് ഈ വിവരം അറിഞ്ഞ സംഭവ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ KG ഗീത അവരിടപെട്ട് ഇദ്ദേഹത്തെ അഴിച്ചുവിടാനും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തുകയായിരുന്നു. എന്തൊക്കെയായാലും വലിയ രീതിയിലുള്ള ഒരു അതിക്രമമാണ് നടന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് വാർഡ് മെമ്പർ KG ഗീത നമ്മളോട് ടെലിഫോണിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം മേഡത്തിന്റെ വാർഡിലല്ലേ നമ്മുടെ ഒരു 70 വയസ്സുള്ള ഒരു പുള്ളിനെ കെട്ട് മർദ്ദിച്ച വിഷയം ഉണ്ടായത്? അതെന്താ അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയുമോ? വിശദാംശം തന്നെ എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ ഈ കക്ഷി ഒരു കുട്ടീനെ എന്താ പറയുക, മോശമായി രീതിയിൽ പെരുമാറിയതിന്റെ ഭാഗമായി 75 ദിവസത്തെ ജയിലിലായിരുന്നു. അയാളെ സ്വന്തം ജാമ്യത്തിലാണ് പുറത്തു വന്നത്. കുടുംബക്കാരും തന്നെ ഇയാളെ ജാമ്യം എടുക്കാനൊന്നും തയ്യാറായില്ല. നിരവധി കേസുകൾ ഇയാളിൽ പറഞ്ഞതും പുറത്തു പറയാൻ പറ്റാത്തൊക്കെ കുറെ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ വന്നത്. വന്നു കഴിഞ്ഞ് ഇവര് തൊട്ട വീട്ടിലാണ് ഇപ്പൊ തല്ലിയെന്ന് പറയുന്ന ആൾക്കാർ. ആ വീട്ടിൽ കയറിയിട്ടാണ് ഇയാൾ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവര് കുടുംബം എന്ന നിലയിലാണ് ഇങ്ങനൊരു ഇതുണ്ടായത്. അപ്പോൾ ഞാനൊരു വീട്ടിലായിരുന്നു, ഒരു വീട്ടുകൂടുള്ള വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നാട്ടുകാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട് മെമ്പറെ എന്ന് പറഞ്ഞപ്പോൾ ആ സമയം തന്നെ, അതിന് ഏകദേശം അടുത്ത് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവിടെ എത്തി ഇടപെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിപ്പിച്ചു. എന്നിട്ട് അവരെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു വണ്ടി വിളിച്ച് അവരേക്ക് അവിടേക്ക് മാറ്റി. ഇത്രയാണ് ഞാൻ ചെയ്തത്. അതിന്റെ മുന്നേ എന്ത് സംഭവിച്ചത് ഞാൻ കാണുന്നില്ലല്ലോ. അതെ, ഇദ്ദേഹം സഹോദരിയുടെ വീട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്തോ അവിടെ ഓരങ്ങാട് അവിടെ വരുവാണ്, എന്താ ആറ്റു സ്ഥലം എന്തോന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അവരെ പെങ്ങളെ വീട്ടിലാണ് വന്നത്. അതായത് മർദ്ദനം ഏറ്റയാള് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ? സ്ഥിരം പ്രശ്നക്കാരനാണ്. പക്ഷെ അതിന് ഞാൻ ഒരിക്കലും ഈ കെട്ടിയിട്ടതിനെ ന്യായീകരിക്കൂല കേട്ടോ. കെട്ടിയിട്ടതിനോട് നമ്മൾ 100% എതിർക്കുന്നുണ്ടേ. സ്ഥിരം ഒരു പ്രശ്നക്കാരനാന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. മർദ്ദനമേറ്റാക്ക് ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ട് അല്ലേ? സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞാൽ മറ്റേ മോശം. ഈ പ്രശ്നം കേൾക്കുന്ന പൂലോട് ഇതിന്റെ തൊട്ട മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ട് ഈ മരുമകളെ തൊട്ട വീട്ടിലുള്ള ഒരു ഇതേപോലെ ഒരു താത്തേനെ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായി ഇയാൾ ജയിലിലായിരുന്നു, കേസും കാര്യമായിരുന്നു. എന്നിട്ട് അതിന് ജാമ്യം എടുക്കാൻ എല്ലാം ഉണ്ടാവുമല്ലോ, ഒരു പ്രശ്നം പറയുമ്പോൾ സഹകരിച്ച ആളെ വീട്ടിൽ കയറിയിട്ടാണ് ഇയാൾ പിന്നെ ചെയ്തത്. അങ്ങനെ, അതായത് അപ്പൊ ഈ 75 ദിവസം ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പൂലോട് ഈ ഒരു ഇളയ മരുവള വീട്ടിലെ തൊട്ട വീട്ടില് പ്രശ്നമായി, അവിടുന്ന് അടി കിട്ടി ആകെ പ്രശ്നങ്ങളായി. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ഇവരെ ജയിലിലാക്കിയപ്പം കുടുംബക്കാര് സത്യത്തിൽ സപ്പോർട്ടായി നിന്നു കേട്ടോ, നാടിനോട് സപ്പോർട്ടായി നിന്നു. ഇവര് ജാമ്യം എടുക്കാൻ പോയില്ല, പിന്നെ ഒന്നിനും പോയില്ല. പിന്നെ കോടതി സ്വന്തം ഇതിൽ വിടൂലേ, അങ്ങനെയാണ് വിട്ടത് ഇയാളെ. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയം നമ്മുടെ നാടിനെ ഒരു മോശമാകുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനത്തിനോട് ഞാൻ 100% വിയോജിപ്പും രേഖപ്പെടുത്തും. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രതികൾ കുഞ്ഞുമൊയ്തീന്റെ സഹോദരിയുടെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് കുഞ്ഞുമൊയ്തീനെ ബലമായി ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്ത് പ്രതികളുടെ നാടായ താമരശ്ശേരിക്ക് അടുത്തുള്ള കാവുംപുറം എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ പരസ്യ വിചാരണ ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. പ്രതികളിൽ ഒരാൾ, അദ്ദേഹം റിട്ടയർഡ് SI ആണ്, അബ്ദുറഹ്മാൻ. മാത്രമല്ല ഇദ്ദേഹം താമരശ്ശേരിക്ക് അടുത്തുള്ള മലപ്പുറം എന്ന സ്ഥലത്തെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരസ്യ വിചാരണയും മർദ്ദനവും അരങ്ങേറിയത്. തുടർന്ന് ഈ വിവരം അറിഞ്ഞ
സംഭവ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ കൂടിയായ KG ഗീത ഇവരിടപെട്ടാണ് കുഞ്ഞുമൊയ്തീനെ കെട്ടഴിച്ചു വിടാനും തുടർന്ന് കുഞ്ഞുമൊയ്തീൻ താമരശ്ശേരി ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികൾക്കെതിരെ പരാതിപ്പെടുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഉദ്ദേശം 2.5 മാസങ്ങൾക്ക് മുൻപ് ഈ പ്രതികളിൽ ഒരാളുടെ മരുമകളോട് കുഞ്ഞുമൊയ്തീൻ അപമര്യാദയായി പെരുമാറി എന്ന യുവതി പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കുഞ്ഞുമൊയ്തീൻ 2.5 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായത്. ഇതിന്റെ പ്രതികാരമായാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുതന്നെയായാലും വാർഡ് മെമ്പർ കൂടിയായ KG ഗീത പറഞ്ഞത് തന്നെയാണ്. അതായത് കുഞ്ഞുമൊയ്തീൻ സ്വഭാവദൂഷ്യമുള്ള ആളാണ്. അയാൾ മുൻപ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടാവാം. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇത്തരത്തിലൊരു പരസ്യ വിചാരണയോ അല്ലെങ്കിൽ ആൾക്കൂട്ട മർദ്ദനമോ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പ്രതികളിൽ ഒരാൾ മുൻപ് നിയമപാലകനായിരുന്നു. അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ച് ധാരണയുള്ളതാണ്. ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുള്ളതാണ്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അതും 70 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനെ പൊതുസ്ഥലത്ത് മർദ്ദിച്ച് അവശനാക്കി എന്നുള്ളത് വളരെ ക്രൂരമായ തെറ്റു തന്നെയാണ്. എന്തുതന്നെയായാലും പോലീസുകാർ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കാടത്ത്, മറുനാടൻ.